ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട് നിങ്ങൾ ഒരാളെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളെ ആ വ്യക്തിക്ക് ഇഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ആ വ്യക്തിയോട് പെരുമാറേണ്ടത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ട് ഒരു വ്യക്തിയെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് കണ്ട ആ നിമിഷം തന്നെ മുഖത്ത് ഒരു പുഞ്ചിരി കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സംസാരിച്ച് തുടങ്ങുന്ന സമയത്തും ഒരു പുഞ്ചിരിയോടുകൂടി സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് വളരെയധികം ഹാപ്പിനെസ് ഉണ്ടാക്കുകയും മാത്രമല്ല നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഒരു വല്ലാത്ത പോസിറ്റീവ് എനർജി അവർക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ കണ്ട ഉടനെ തന്നെ സ്മൈൽ ചെയ്തുകൊണ്ട് സംസാരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇനി ഇതുപോലെ തന്നെ രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഐ കോണ്ടാക്റ്റ്. ആ വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ മുഖത്ത് നോക്കി കണ്ണിൽ നോക്കിക്കൊണ്ട് സംസാരിക്കുക. ഇത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഒരു 50% എങ്കിലും ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് സംസാരിക്കുകയാണെങ്കിൽ ഒരു 2.5 മിനിറ്റ് എങ്കിലും എന്ത് ചെയ്യണം, ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. അതിന് ഇടയ്ക്കിടയ്ക്ക് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, കണ്ണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. സംസാരിക്കുന്ന വ്യക്തി ഒരു 50% എങ്കിലും ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാൽ കേൾക്കുന്ന വ്യക്തി ഒരു 70% ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അഥവാ നമ്മളിപ്പോൾ ഫുൾ ടൈം കണ്ണിലോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ബോറടിക്കും, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ തുറച്ചു നോക്കുന്നത് എന്നുള്ള ഫീലൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞത് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഒരു 50% ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങൾ കേൾക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു 70% ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നതിന് വേണ്ടിയിട്ട് മൂന്നാമതായിട്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആസ്ക് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദെം ആൻഡ് ദെയർ ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. അവരുടെ താല്പര്യങ്ങളെ കുറിച്ചും അഥവാ അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളെക്കുറിച്ച്, അവരുടെ ഹോബീസിനെ കുറിച്ച്, അവരെക്കുറിച്ച് ഒക്കെ ചോദ്യങ്ങൾ ചോദിക്കുക. അഥവാ ആശയവിനിമയം കണ്ടിന്യൂ ചെയ്തു പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അതിനുള്ള ഒരു ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. ആസ്ക് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദെം ആൻഡ് ദെയർ ഇൻട്രസ്റ്റ് എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. ഇനി ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടാൻ നാലാമതായിട്ട് ചെയ്യേണ്ടത് മിറർ ദെയർ ബോഡി ലാംഗ്വേജ് എന്നുള്ളതാണ്. അഥവാ അവരുടെ ബോഡി ലാംഗ്വേജിനെ കോപ്പി ചെയ്യുക. അവരെങ്ങനെയാണ് സംസാരിക്കുന്നത് അതുപോലെ സംസാരിക്കുക. അവർ എങ്ങനെയാണ് നിൽക്കുന്നത് അതുപോലെ നിൽക്കുക. അവർ കൈകൊണ്ട് എന്ത് ആംഗ്യമാണ് കാണിക്കുന്നത് അത് അതുപോലെ തന്നെ കാണിക്കുക. ഇങ്ങനെ ആ ഒരു ബോഡി ലാംഗ്വേജ് അവരറിയാത്ത രീതിയിൽ നമ്മൾ മിറർ ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ നമ്മളും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരു താല്പര്യവും ഇഷ്ടവും ഒക്കെ തോന്നുമെന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് റെസ്പെക്ട് ദെയർ പേഴ്സണൽ സ്പേസ് എന്നുള്ളതാണ്. ഓരോ വ്യക്തികൾക്കും ഓരോ പേഴ്സണൽ സ്പേസ് ഉണ്ടായിരിക്കും. അഥവാ നമുക്കറിയാം ഓരോരുത്തരും വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളായിരിക്കും ഓരോ വിഷയത്തോടും. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള മതമായിരിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുക. എല്ലാവരും യുണീക്കാണ്. അവരവർക്ക് അവരുടേതായിട്ടുള്ള ചിന്തകളും കാഴ്ചപ്പാടുകളും വിശ്വാസങ്ങളും ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടേതായിട്ടുള്ള ആ ഒരു പേഴ്സണൽ സ്പേസ് എപ്പോഴും നമ്മൾ നൽകുക. അതിൽ കയറി ചെന്നുകൊണ്ട് നമ്മൾ അവരെ വെറുപ്പിക്കാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ഫൈൻഡ് കോമൺ ഗ്രൗണ്ട് എന്നുള്ളതാണ്. അഥവാ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഹോബീസോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ ആ സംസാരത്തിലൂടെ തന്നെ മനസ്സിലാക്കി അല്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അതിന് വേണ്ടിയിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുക, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. അഥവാ ഞാൻ പറഞ്ഞു വരുന്നത് രണ്ടു കൂട്ടർക്കും ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ആക്ടിവിറ്റീസൊക്കെ ഒന്നിച്ച് ചെയ്യുക, കൂടുതൽ ടൈം അവരോടൊത്ത് സ്പെൻഡ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്
അവരെ കൂടുതൽ സംസാരിക്കാൻ അനുവദിക്കുക, നിങ്ങൾ കൂടുതൽ കേൾക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഓവറായിട്ട് അങ്ങോട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് സംസാരിക്കാനുള്ള അവസരം നഷ്ടപ്പെടുകയാണ് ചെയ്യുക. ചില ആളുകളെ സംസാരിക്കാൻ സമ്മതിക്കാതെ നമുക്ക് പറയാനുള്ളതൊക്കെ അങ്ങോട്ട് പറയുന്ന ശീലമുള്ള ചില ആളുകളുണ്ട്. അത്തരത്തിലുള്ള ഒരു വ്യക്തിയായിട്ട് മാറാതിരിക്കുക. സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയാണെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള ജഡ്ജ്മെൻറ്റ്സ് പാടില്ല. ആ വ്യക്തിക്ക് ഇഷ്ടമുള്ളതുപോലെ ആ വ്യക്തി ജീവിക്കട്ടെ. ആ വ്യക്തിയെ കുറിച്ചിട്ട് നമ്മൾ പല രീതിയിലും മതത്തിൻ്റെ പേരിലാവാം, ഡ്രസ്സിങ്ങിൻ്റെ പേരിലാവാം, വോട്ടെവർ ഇറ്റ് ഈസ്, എന്തിൻ്റെ പേരിലാണെങ്കിലും ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ജഡ്ജ്മെൻറ്റ്സ് കൊടുക്കുന്നത് തീർച്ചയായിട്ടും അവർക്കൊരു ഇറിറ്റേഷനായിട്ടാണ് ഫീൽ ചെയ്യുക. അപ്പോൾ അത് ചെയ്യാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. എസ്പെഷ്യലി നമ്മൾ ആദ്യം തന്നെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള ടോപ്പിക്കുകളോ വിഷയങ്ങളോ ഒന്നും തന്നെ എടുത്തിടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അവരെ നന്നായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത്. അവർ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കുക. എന്തെങ്കിലും അവാർഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ വിന്നറൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം അപ്രീഷിയേറ്റ് ചെയ്യുക. അങ്ങനെ മാക്സിമം പറ്റാവുന്ന അത്ര അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും ഒക്കെ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള ഗുണം നൽകും. അതുപോലെ തന്നെ ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആരെയെങ്കിലും കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ പറ്റി പോസിറ്റീവായിട്ട് മാത്രം സംസാരിക്കുക. ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ നെഗറ്റീവായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ, ഒരു ഉദാഹരണം പറയാം, നിങ്ങളുടെ ഒരു സുഹൃത്തിനെ പറ്റി നിങ്ങൾ ആ വ്യക്തിയോട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ആ വ്യക്തിയുടെ നെഗറ്റീവ്സും കുറ്റങ്ങളും കുറവുകളും ഒക്കെയാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നതെങ്കിൽ ആ ഒരു ട്രസ്റ്റ് നഷ്ടപ്പെടാൻ വളരെയധികം കാരണമാക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആരെയെങ്കിലും പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. എസ്പെഷ്യലി നമ്മൾ ആദ്യമായിട്ട് ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത് ഒരിക്കലും അങ്ങനെ സംസാരിക്കാതിരിക്കുക. മേ ബി ചിലപ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇദ്ദേഹം നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള ലേബൽ വരെ നമുക്ക് ലഭിക്കാൻ അതൊരു കാരണമായേക്കാം. സോ അതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്ന വ്യക്തിയെ പറ്റി നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് മാത്രം സംസാരിക്കുക, നെഗറ്റീവായിട്ട് ആദ്യമേ സംസാരിക്കാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അവരോട് സംസാരിക്കുന്ന സമയത്ത് എപ്പോഴും നല്ല ഒരു പോസ്ചർ ആയിരിക്കുക എന്നുള്ളതാണ്. അഥവാ നിൽക്കുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ട് സംസാരിക്കാതിരിക്കുക. ഒരു താല്പര്യമില്ലാത്ത രീതിയിൽ സംസാരിക്കാതിരിക്കുക. വളരെയധികം ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ സംസാരിക്കുക. ഓപ്പൺ പോസ്റ്റേഴ്സ് ആയിരിക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആടിക്കുഴഞ്ഞ് കോൺഫിഡൻസ് ഇല്ലാത്ത രീതിയിലൊന്നും സംസാരിക്കാതിരിക്കുക. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നല്ല രീതിയിൽ ഐ കോണ്ടാക്റ്റും സ്മൈലും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് കോൺവെർസേഷൻ നടത്തുകയാണെങ്കിൽ ആദ്യമായിട്ട് നിങ്ങളൊരു വ്യക്തിയെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് ഒരു ഇഷ്ടം തോന്നിപ്പോകും. കാരണം അത്രയും നല്ല രീതിയിലായിരിക്കും നിങ്ങൾ ആ വ്യക്തിയോട് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെയധികം കെയർ ചെയ്തുകൊണ്ട് നിങ്ങളൊരു വ്യക്തിയോട് സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആദ്യത്തെ ആ ഒരു കോൺവെർസേഷനിൽ തന്നെ അവർക്ക് നിങ്ങളോടൊരു ഇഷ്ടം തോന്നുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ ടിപ്സ് എല്ലാവരും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അങ്ങനെ ചുറ്റുമുള്ള ആളുകളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഇഷ്ടം ലഭിക്കട്ടെ, സ്നേഹം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ മറ്റോ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ കോച്ചിങ് ആവശ്യമുണ്ടെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. എനിവേ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. നമസ്തേ. ഈ വരുന്ന ഡിസംബർ 19 എറണാകുളത്ത് വെച്ച് നടക്കുന്ന മൈൻഡ് മെക്കാനിക്സ് മാസ്റ്ററി എന്ന് പറയുന്ന ട്രെയിനിങ് പ്രോഗ്രാമിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും, അത് എത്ര വലിയ സ്വപ്നമാണെങ്കിലും ചെറിയ സ്വപ്നമാണെങ്കിലും എങ്ങനെയാണ് സ്വന്തമാക്കേണ്ടത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയിലാണെങ്കിൽ, ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, ജോലി നോക്കുന്ന ആളുകളാണെങ്കിലും, ജോലിയുള്ളവർക്ക് പ്രമോഷന് വേണ്ടിയിട്ടാണെങ്കിലും, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം അത് എന്ത് തന്നെയാണെങ്കിലും ആ പ്രശ്നത്തിനുള്ള പരിഹാരം നിങ്ങൾക്ക് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ നിന്നും ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഏതാനും ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. ആദ്യം ബുക്ക് ചെയ്യുന്നവർക്കായിരിക്കും മുൻഗണനയുണ്ടായിരിക്കുക. മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഡിസംബർ 19 നേരിട്ട് കാണാം.